മന്ദാന്തോളിത ഹേമകുണ്ടലമണീശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥിയേ ശരണം. എല്ലാവർക്കും ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗത്തിൻ്റെ കുറച്ച് ശ്ലോകങ്ങളെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. അതിൽ ഭഗവാനോട് അർജുനൻ തൻ്റെ കുറേ സംശയങ്ങൾ, സമുദായത്തിൽ വരാൻ പോണ കഷ്ടപ്പാടുകളെ പറ്റിയിട്ടും അതിനെ ഭഗവാനോട് പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ശിഷ്യനാണ്, എന്നെ നല്ല ഉപദേശങ്ങൾ തന്ന് എന്നെ ഉദ്ധരിക്കണം. കാരണം ഇനിയിപ്പം ഞാനൊരു ഇതി കർത്തവ്യം മൂടനായി, ഞാൻ എന്താ ചെയ്യേണ്ടാത്തത്, യഥാ ധർമ്മം യഥാ അധർമ്മം എന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ എല്ലാ ബുദ്ധി മനസ്സെല്ലാം മരവിച്ച മാതിരിയായി എന്നാണ് ഭഗവാനോട് പറയണത്. നഹി പ്രവശ്യാമി മമാപനുദ്യാത് യശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസമത്പത്നവൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. അപ്പോൾ എൻ്റെ മനസ്സിനെ ഒക്കെ, എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം വരട്ടി കഴിഞ്ഞു. ആ ദുഃഖം, ഈ ബന്ധു ഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ദുഃഖം കാരണം എൻ്റെ മനസ്സ് വളരെ അലട്ടലിലാണ്. അതിനെ ശമിപ്പിക്കാൻ എനിക്ക് ഒരു ഉപായവും പറ്റണില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതുമായിട്ടുള്ള ഒരു ദേവന്മാരെക്കാളും സമൃദ്ധമായത്, സ്വർഗത്തിനേക്കാളും സമൃദ്ധമായ രാജ്യം കിട്ടുകയാണെങ്കിൽ പോലും എനിക്ക് അതുകൊണ്ട് ഒരു ലാഭവുമില്ല. കാരണം സ്വന്തം ബന്ധുക്കളില്ലെങ്കിൽ പിന്നെ കിട്ടുന്ന സുഖങ്ങൾക്ക് എന്താ ഒരു വില? സഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ് അല്ലേ, സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിന്താഗതിയല്ല. കാരണം എൻ്റെ ആ എല്ലാ ഇന്ദ്രിയങ്ങളും എന്താ വരണ്ടു പോയിരിക്കണു എന്നാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് തളർന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അർജുനൻ അവിടെ ഭഗവാന്റെ മുമ്പിൽ. അപ്പം സഞ്ജയനാണ് ഇനി 2 ശ്ലോകങ്ങൾ, അത് സഞ്ജയൻ പറയുകയാണത്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോത്സയതി ഗോവിന്ദം മുക്ത്വാ തുഷ്ണീം ബഭൂവഃ. അപ്പം സഞ്ജയൻ പറയാണ്, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായിട്ടുള്ള അർജുനൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു സഞ്ജയൻ. ശത്രു സംഹാരിയാണ്, പരന്തപനാണ്. ആ പരന്തപൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് തപസ്സിൻ്റെ പരകാഷ്ഠ കണ്ടവനാണ് അല്ലേ, മഹാദേവനെ വരെ സംതൃപ്തനാക്കി പാശുപതാസ്ത്രമൊക്കെ മേടിച്ചു ഭഗവാന്റെ മഹാദേവൻ്റെന്ന്. അപ്പം അങ്ങനെ പരന്തപനാണ്. അങ്ങനത്തെവരൊക്കെയാണ്, പ്രയത്നിക്കുന്നവരൊക്കെയാണ് ആ പരന്തപനാവാൻ പറ്റുള്ളൂ. ആ പ്രയത്നിക്കുന്നവർക്ക് തൻ്റെ എതിരാളിയെ വെല്ലുവിളിക്കാനുള്ള കഴിവ് വരും. അതിന് കുറേ ത്യാഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും, തപസ്സന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് സഞ്ജയൻ ഒന്ന് സൂചിപ്പിക്കുന്നത് ധൃതരാഷ്ട്രടുത്ത്. അപ്പം ഇത്രയും പറഞ്ഞിട്ട് ആ അർജുനൻ, ശത്രു സംഹാരിയായിട്ടുള്ള അർജുനൻ, ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഗോവിന്ദൻ എന്നുള്ളതിൻ്റെ അർത്ഥം? ആ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രബലമാക്കുന്നവൻ, അല്ലെങ്കിൽ ഗോക്കളെ സംരക്ഷിക്കുന്നവൻ, ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, ഏത് അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്കെടുക്കാൻ, എല്ലാം ശരിയാണ് ഭഗവാന് വേണ്ടി പറഞ്ഞത്. അപ്പം അങ്ങനെ ആ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, എനിക്കതിനുള്ള കഴിവില്ല, എൻ്റെ ഇന്ദ്രിയങ്ങളിലൊന്നും ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കണില്ല, മനസ്സ് പ്രവർത്തിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആ തേർത്തട്ടിൽ തളർന്ന് ഇരുന്ന് പിന്നെ ഒന്നും സംസാരിക്കാണ്ടായി. ഇത് കേട്ടപ്പോൾ ഒരു പക്ഷേ തളർന്നിരുന്നു അർജുനൻ എന്ന് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും. ഞാൻ യുദ്ധം ചെയ്യില്ല. കാരണം യുദ്ധത്തിൻ്റെ പ്രധാനിയായിട്ടുള്ള വില്ലാളി വീരൻ തന്നെ ആരായിരുന്നു? അർജുനനായിരുന്നു. അപ്പം അർജുനൻ തന്നെ യുദ്ധം ചെയ്യില്ല വെച്ചാൽ പിന്നെ ആ യുദ്ധത്തിന് വലിയൊരു മഹത്വമൊന്നും ഉണ്ടാവില്ല. അപ്പം തൻ്റെ മക്കൾ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള ഒരു വ്യാമോഹം കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വ്യാമോഹമൊന്നും വേണ്ട. ആ ഭഗവാന്റെ അടുത്താണത് പറഞ്ഞുള്ളത്, ഗോവിന്ദൻ്റെ അടുത്താണ്. ഇന്ദ്രിയങ്ങളെ ശക്തി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ഓർത്തോളൂ എന്നുള്ള ഒരു സൂചന കൊടുക്കാനും കൂടിയിട്ടാണ് സഞ്ജയൻ അപ്രകാരം പറഞ്ഞ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെ ആ അർജുനൻ തളർന്നിരുന്നു. അപ്പോൾ എന്തുണ്ടായി?
തം ഉവാച ഋഷികേശ പ്രഹസിന്യത ഭാരത സേനയോരുഭയോർമധ്യേ വിഷേദന്തമിതം വച. അപ്പോ ആ ധൃതരാഷ്ട്ര രാജാവിൻ്റെ അടുത്ത് പറയാണ് സഞ്ജയൻ, അല്ലയോ രാജാവേ, ഈ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചിട്ട് ഭഗവാനോട് അർജുനൻ തന്നെ പറഞ്ഞു, എന്നെ രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് കൊണ്ടാക്കിയിട്ട് കാണിച്ചു തരണം. കണ്ടപ്പോഴാണ് ഈ മോഹാലസ്യമൊക്കെ വന്നത്. അപ്പം ആ ഭഗവാൻ വളരെ മന്ദഹാസത്തോടുകൂടെ എന്താണ് പ്രഹസൻ ഭഗവാൻ വളരെ സുന്ദരമായിട്ടുള്ള മന്ദഹാസത്തോടുകൂടെ ആ ദുഃഖിതനായിട്ടുള്ള അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. കാരണം പുഞ്ചിരി പലപ്പോഴും വലിയ ഒരു ഔഷധത്തിൻ്റെ കാര്യം നടത്തും അല്ലേ. നല്ല മലായ്മയിൽ അല്ല മൃദുലമായിട്ട് ഒരാളെ സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കാൻ, അവരുടെ വേദന ശമിപ്പിക്കാൻ, അങ്ങനെ പലതരത്തിലുള്ള വേദന സംഹാരിയൊക്കെ ആയിട്ടുള്ള പുഞ്ചിരി ഇതൊക്കെ വളരെ വളരെ ഉപകരിക്കും. ഒരാൾക്ക് വളരെ ദേഷ്യം വരികയാണെങ്കിലും ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് കാട്ടി അവർ ദേഷ്യം എന്ന് പറയാം. അതാ വിഷസംഹാരി എന്ന് കാര്യം. ദേഷ്യം വിഷാണല്ലോ. അപ്പം ആ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചത് ഇവിടെ ഉത്സാഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അർജുനൻ്റെ ഉള്ളിൽ ഉത്സാഹഭരിതനാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ രണ്ടാളും, ഒരാൾ ഋഷികേശനാണെങ്കിൽ ഒരാൾ ഗുഡാകേശനാണ്. അവർ രണ്ടാളും ആത്മമിത്രങ്ങളുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ തുടർന്നു കൊണ്ട് പോവുകയാണ്. രണ്ടാളും ഏതാണ്ട് സമപ്രായമുള്ളവരാണ്, സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ശിഷ്യനും ഗുരുവായിട്ടിരിക്കുകയാണ്. കാരണം ഗുരു ശിഷ്യൻ്റെ ഇടയിൽ ഒരു രഹസ്യങ്ങളും പാടില്ല, മിത്രങ്ങളുടെ ഇടയിലും ഒരു രഹസ്യവും പാടില്ല. അപ്പം എല്ലാ തൻ്റെ ആ പേടികൾ അല്ലെങ്കിൽ സംശയങ്ങളെ എല്ലാം ഭഗവാന്റെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇനി ഭഗവാൻ എന്താണ് പറയണത്? ശ്രീ ഭഗവാനുവാച അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂച്ച നാനുശോചന്തി പണ്ഡിത. ഇവിടെ സാധാരണ ഒരു വ്യക്തിയല്ല പറയണത്, ഭഗവാനാണ് പറയണത്. ശ്രീകൃഷ്ണൻ എന്നും പറഞ്ഞില്ലേ, ഭഗവാൻ. അപ്പം ആരാണ് ഈ ഭഗവാൻ? ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, പൂർണ്ണമായിട്ടുള്ള വിജ്ഞാനം അഥവാ വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗത രാഗദ്വേഷം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളിൽ വൈരാഗ്യത്തിന് വേറെയും കുറച്ച് അർത്ഥങ്ങളുണ്ട്, അത് പിന്നെ നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാം. കാരണം ഈ വ്യക്തിയുടെ ഉള്ളിൽ തീരെ രാഗവും ഇല്ല എന്ന് പറഞ്ഞാൽ ആസക്തിയില്ല, ഒന്നിനോടും ദ്വേഷവും ഇല്ല. അത്തരം ഒരു വൈരാഗിയായിട്ടുള്ള വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞത്. പിന്നെ വീര്യം, പൂർണ്ണമായിട്ടുള്ള തികഞ്ഞ വീര്യമാണ്. യശസ്, ഭഗവാനേക്കാൾ യശസ് ആരുടെയിലാണ് ഉള്ളത്? പിന്നെ ശ്രീ എന്നാൽ ആ ശ്രീക്ക് എത്ര അർത്ഥങ്ങൾ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത് മാത്രമല്ല, സൗന്ദര്യം. ശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ പൂർണ്ണത, ഒരു പൂർണ്ണത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ആ ഭഗവാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കേട്ടിട്ടുണ്ടാവും, പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി അല്ലേ. അപ്പോൾ ഭഗവാൻ എല്ലാം കൊണ്ട് പൂർണ്ണനാണ്. അത്തരം ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്ക് നിവാരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, അർജുന, ത്വം അശോച്യാൻ അന്യശോച, നീ ദുഃഖിക്കാൻ അർഹതയില്ലാത്തവരെ പറ്റിയിട്ടാണല്ലോ ഇവിടെ ദുഃഖിക്കണത്. പക്ഷേ നീ എന്താണ് കാണിക്കുന്നത്? ദുഃഖിക്കാൻ അർഹതയില്ലാത്തവരെ പറ്റി ദുഃഖിക്കുക ഒരു വെറും സാമാന്യ വ്യക്തിയാണ് അല്ലേ, ഒരു സാധാരണ വ്യക്തി, അല്ലെങ്കിൽ വലിയ ബോധമൊന്നുമില്ലാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നീ സംസാരിക്കണതോ പ്രജ്ഞാവാദാൻ. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എന്താണ്? വലിയ പണ്ഡിതന്മാർ പറയണ വാക്കുകളാണ്. അപ്രകാരത്തിൽ നീ ഭാഷസേ, അങ്ങനെ സംസാരിക്കണു. പറയണത് ഒരു മൂഢൻ്റെ മാതിരിയുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ വാക്കുകൾ ഉപയോഗിക്കുന്നതോ വലിയ ഒരു പണ്ഡിതൻ്റെ വാക്കുകളാണ്. അപ്പോൾ നീ അഗദാസൂച്ച ന ശോചന്തി, നിനക്ക് ഈ മരിച്ചു പോവാനിരിക്കുന്നവരെ അല്ലെങ്കിൽ മരിച്ചു പോയവരെ പറ്റിയിട്ട് ശോചിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ബുദ്ധിമാനായിട്ടുള്ള, ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തി ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും ദുഃഖിക്കില്ല, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞവരെ പറ്റിയിട്ടും
ദുഃഖിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ശരീരത്തിന് മാത്രമേ പരിണാമം വരുന്നുള്ളൂ, ആത്മാവിന് പരിണാമം വരണില്ല. ആ പരോക്ഷമായിട്ട് നീ ബുദ്ധിമാനല്ല അർജുന, ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് ഒരു ബുദ്ധിമാന്റെ ലക്ഷണം അല്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഇതിൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കാം, ഒരു വ്യക്തിയുടെ പല തലങ്ങളുണ്ട് അല്ലെ. ഒരു വ്യക്തിത്വത്തിന് അന്യരായിട്ടുള്ള ഒരു ബന്ധം, അതിന് പല തലങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഫിസിക്കൽ റിലേഷൻസ് അല്ലേ, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ആ രക്തബന്ധങ്ങളും ഒരു ശിഥിലമാവും അല്ലേ, ശിഥിലമാവും ഏതെങ്കിലും ഒരു ദിവസം. എത്ര വലിയ സഹോദരങ്ങൾ തമ്മിൽ വളരെ ദ്വേഷത്തിൽ, ഇവിടെ രക്തബന്ധമുള്ളവർ തമ്മിലാണല്ലോ അവർ യുദ്ധം ചെയ്യാൻ പോണത്, കൗരവന്മാരും പാണ്ഡവന്മാരും. അതേമാതിരി ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം, മാതാപിതാക്കളും മക്കളും കൂടിയും ഭയങ്കര യാതൊരു ബന്ധമില്ലാത്ത മാതിരിയുള്ളതുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫിസിക്കലായിട്ടുള്ള ബന്ധത്തിനും ശിഥിലത വരാം. ശരി, പിന്നെ രണ്ടാമത്താണ് മനസ്സുകൊണ്ടുള്ള ബന്ധം. ഇത് ഫിസിക്കൽ രക്തബന്ധം. രണ്ടാമത് നമുക്ക് ഒരു വ്യക്തിയായിട്ട് ഇമോഷണലായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള, അത് മിത്രങ്ങളാവാം. അധികം അത് മിത്രങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ രക്തബന്ധമൊന്നുമില്ല, ഇമോഷണൽ മനസ്സുകൊണ്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ. അത് കാരണമല്ലേ അത് ചിലപ്പോൾ കൂടുന്നു, ചിലപ്പോൾ കൂടിച്ചേരാണ്ട് വിട്ടു പോകണം അല്ലേ. അപ്പം അതൊരു ഇമോഷണൽ ബന്ധമാണ്. അപ്പം ആ ഇമോഷണൽ ബന്ധവും ചിലപ്പോൾ ശിഥിലമാവാം. പിന്നുള്ളത് എന്താണ്? പിന്നുള്ളത് ഇൻ്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടും രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സംഘം വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടാവും. പക്ഷേ ഒരു ദിവസം അത് അധികം എങ്ങനെ ഉണ്ടാവുക, ആൾക്കാരൊക്കെ ഒന്നിച്ച് പഠിക്കണവരെ, ഒരേ ബുദ്ധി തലത്തിലുള്ളവരെ, അവിടെ അസൂയയും അവിടെയും ഈ മത്സര ബുദ്ധിയും, അല്ലെങ്കിൽ അവർ തമ്മിലും അടുപ്പുണ്ടാവാം, പിന്നെ അകൽച്ചയുണ്ടാവാം. അപ്പം ആ അവസ്ഥയിൽ നിന്നും ആ വ്യക്തിക്ക് അകൽച്ച സംഭവിക്കും. പിന്നുള്ളതാണ് ഒരു തലം, എന്താ, സ്പിരിച്വലായിട്ടുള്ള റിലേഷൻ. ഇത് ഭഗവാനായിട്ടുണ്ടാവും. പരമാത്മ തത്വം തമ്മിലുള്ള ഒരു ബന്ധം, യോഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യോഗ ഫിസിക്കൽ യോഗയല്ല, ആത്മനിവേദനത്തിലെത്തുമ്പോൾ. അപ്പോൾ ആ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും തമ്മിലുള്ള ബന്ധത്തിനെ വേണം നമുക്ക് സ്പിരിച്വൽ ബന്ധമായിട്ട്. അതൊരു പ്രാവശ്യം ചേർന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും മാറിപ്പോവില്ല, അത് ശിഥിലീകരിക്കില്ലാതെ ആ സ്പിരിച്വലായിട്ടുള്ള ഒരു ബന്ധം വന്നാൽ. അപ്പം ഈ ബുദ്ധിമാന്മാരാണ് ഈ സ്പിരിച്വലായിട്ടുള്ള അത്രയും അടുപ്പത്തിലുള്ള പരമാത്മ തത്വമൊക്കെ അറിയണവരാണ് വിദ്വാൻമാർ. ബാക്കിയുള്ളവരൊക്കെ സാമാന്യ വ്യക്തികളല്ലേ. ഇപ്പം അർജുനൻ ഇവിടെ അങ്ങനെ സാധാരണ വ്യക്തിയല്ല, വളരെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണവരാണ്. പക്ഷെ നീ സംസാരിക്കുന്നതൊക്കെ നല്ല ഉയർന്ന തലത്തിലുള്ളതാണ്. പക്ഷെ നീ നിൻ്റെ ഭാഷ അല്ലെങ്കിൽ നിൻ്റെ സംശയങ്ങളൊക്കെ എന്താണ്, വളരെ തരം താഴ്ന്ന ഒരു വ്യക്തിയുടെ ചോദ്യങ്ങളാണ് എന്നാണ് ഭഗവാൻ ഒന്ന് വളച്ചിട്ട് പറയണത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഭഗവാൻ പറയാണ്, ന തു ഏവാഹം ജാതു നാസം ന ത്വം നമേ ജനാധിപ. നീയില്ലാത്ത ഒരു കാലമോ ഞാനില്ലാത്ത ഒരു കാലമോ ഉണ്ടായിട്ടില്ല അർജുന എന്നാണ് പറയണത്. ഭഗവാൻ പറയണം, ഞാനില്ലാണ്ട് ന തു ആവാഹം, ഞാൻ ഇല്ലാത്തൊരു കാലം ഇല്ല. ഭഗവാൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതേമാതിരി ഈ കാണുന്ന രാജാക്കന്മാരും നീയും ഇല്ലാത്ത ഒരു സമയവും ഉണ്ടായിട്ടില്ല. എല്ലാ സമയങ്ങളിലും വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ശരീരം മാറിയിട്ടുണ്ടാവും, ആത്മാവ് സെയിമാണ്. ഒരേ ആത്മാവിൽ ചിലപ്പോൾ പക്ഷിമൃഗാദികളായിട്ടുണ്ടാവും, ചിലപ്പോൾ ദേവന്മാരായിട്ടുണ്ടാവും, ചിലപ്പോൾ മനുഷ്യരായിട്ടുണ്ടാവും. പക്ഷെ ആത്മാവ് അത് തന്നെയാണ്. അത് ആ ജീവാത്മാവ് ഉപയോഗിച്ച വസ്ത്രങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ചിലപ്പോൾ പക്ഷിയുടെ ഒരു ശരീരമായിരിക്കാം ധരിച്ചത്, ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ മനുഷ്യൻ്റെ, ചിലപ്പോൾ ദേവന്മാരുടെ വരെ ആയിട്ടുണ്ടാവാം.
പക്ഷേ ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ് ഭഗവാൻ. ഒരിക്കലും നാം ആരും ഇല്ലാണ്ട് ആവൂല്ല. എന്നും വന്നും പോയി ഇരിക്കേണ്ടി വരും എന്ന് വരെ, മോക്ഷം കിട്ടുന്നത് വരെ. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ പരിമിതമായതിനെ അപരിമിതമാക്കുക. കാരണം നമ്മുടെ ഈ ജീവാത്മാവിൻ്റെ ശക്തിക്ക്, അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ ഒക്കെ ശക്തിക്ക് ചില പരിമിതികളുണ്ട്, ലിമിറ്റ്സ് അല്ലേ? പക്ഷേ മോക്ഷം കിട്ടുമ്പോൾ അത് ആ ചുമരിനെ പൊളിച്ച് അത് വിശാലമായത് മാറും. വിശാലമായ ആകാശത്തേക്ക് പറക്കാനുള്ള കഴിവുണ്ട്. ബാക്കി ഒരു ജീവാത്മാവിന് കഴിവുകൾ വളരെ പരിമിതമാണ്. പരമാത്മാവിൻ്റെ മാതൃശക്തിയാവും എപ്പോൾ? മോക്ഷം കിട്ടുമ്പോൾ ആത്മാവിന് തൻ്റെ ഇച്ഛാനുസരണം അതിന് യാത്ര ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദേഹിനോസ്പന്യതാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. അസ്മിൻ ദേഹേ ദേഹിന, ഈ ദേഹത്തിൽ, അസ്മിൻ ദേഹേ ഓരോ വ്യക്തിയുടെയും ദേഹത്തിൽ, ദേഹം എന്ന ശരീരം, ദേഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവ്, ഇവർ രണ്ടുപേരും ഒത്തിട്ടാണോ ആ ശരീരം പ്രവർത്തനം ചെയ്യും. ആത്മാവിനും അതിന് രണ്ടിനും ആ അസ്തിത്വം ഉണ്ടാവും, ശരീരത്തിന് അസ്തിത്വം ഉണ്ടാവും. പക്ഷേ രണ്ടും വേർപെട്ടാലോ പിന്നെ ആത്മാവിനെ നമുക്ക് പ്രവർത്തിച്ചു കൊണ്ട് കാണാൻ പറ്റില്ല. ശരീരം പ്രവൃത്തിഹീനവും ആയിത്തീരും. യഥാ കൗമാരം യൗവനം ജര, എപ്രകാരമാണോ കൗമാരവും യൗവനവും ജരിയും വന്നും പോയി ഇരിക്കും. എപ്പോൾ? ഈ ശരീരവും അതിൻ്റെ ഉള്ളിൽ ദേഹിയും ഉള്ള കാലം വരെ. അപ്രകാരം തന്നെയാണ്. അപ്പം ഇത് നമ്മൾക്ക് സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ? ശരീരത്തിന് ബാല്യം ഉണ്ടാവും, കഴിഞ്ഞ് കൗമാരം ഉണ്ടാവും, പിന്നെ യൗവനം വരും, അത് പിന്നെ ജരയായി നരയായി. അതേമാതിരി തന്നെയുള്ള ഒരു സാധാരണ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് മരണം, ദേഹാന്തര പ്രാപ്തി എന്നാണ് ഭഗവാൻ പറയണത്. മരണവും അപ്പോൾ സാമാന്യമായ ഒരു പ്രക്രിയയാണ്. ശരീരം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിനെ ത്യജിക്കേണ്ടി വരും. ഒരു വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വസ്ത്രത്തിനെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടി വരും. അതേപോലെയാണ് ഒരു ആത്മാവ് ഒരു ശരീരത്തിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ ശരീരത്തിനെ അതിന് ഉപേക്ഷിക്കേണ്ടി തന്നെ വരും. അത് വളരെ സാമാന്യമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ആ ദേഹാന്തര പ്രാപ്തി. എന്താണ് ദേഹാന്തരം? അന്യ ശരീരത്തിലേക്ക് അതിന് മാറേണ്ടി വരും. ആ പ്രവേശനവും അത്ര തന്നെ സാമാന്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. തത്ര ധീര ന മുഹ്യതി. അതിൽ ആ കാര്യത്തിൽ ധീരനായവൻ എന്ന് പറഞ്ഞാൽ സമചിത്തനായവൻ. ഇവിടെ ധീരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ധൈര്യം അല്ലെങ്കിൽ ആരോടും ആ സമചിത്തനായിട്ടുള്ള ഒരു വ്യക്തി മോഹിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരിഭ്രാന്തനാവില്ല എന്ന് മാത്രം. അപ്പോൾ ഭഗവാൻ പറയാണ്, ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം വേറെ ഒരു ശരീരത്തിലേക്ക് അത് പ്രവേശിക്കണു. അപ്പം സമചിത്തത അല്ലെങ്കിൽ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വ്യക്തി ഇതിനെ പറ്റിയിട്ട്, ഈ പരിണാമത്തിനെ പറ്റിയിട്ട് സംഭ്രാന്തനാവില്ല, പരിഭ്രമിക്കില്ല. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ താംസിതിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. മാത്രകൾ, നമ്മൾ തന്മാത്രകളെ പറ്റി പറയാറുണ്ട് അല്ലേ? നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതുമാതിരി അതിൻ്റെ തന്മാത്രകളുണ്ട്. അപ്പം ആ തന്മാത്രകൾ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ ശക്തി, അതിൻ്റെ ആ ഇന്ദ്രിയത്തിൻ്റെ ശക്തി, അതിൻ്റെ കണ്ണാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച, ചെവിയാണെങ്കിൽ അതിൻ്റെ ശ്രവണശക്തി. അപ്പം അങ്ങനത്തെ ആ
അല്ലയോ കുന്തിപുത്ര, മാത്രാസ്പർശാസ്തു ഇന്ദ്രിയ അവബോധങ്ങളാവട്ടെ, ഇന്ദ്രിയങ്ങളുടെ ആ കഴിവുകളാവട്ടെ, ശീതോഷ്ണ സുഖ ദുഃഖത, അത് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം. തണുപ്പ് ചൂട് ഒക്കെ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്കാണ് അല്ലേ. സ്കിന്നിൻ നമ്മുടെ സ്പർശനത്തിൻ്റെയാണ് ത്വച്ച. ത്വച്ചേമ്പിൽ തണുപ്പ് വെച്ചാൽ നമുക്ക് തണുപ്പ് മനസ്സിലായി, ചൂടാണെങ്കിൽ ചൂട് മനസ്സിലായി. പക്ഷേ സുഖവും ദുഃഖവും നമുക്ക് ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല തോന്നുക, അത് മനസ്സിൻ്റെ വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഏകാദശി അല്ലെങ്കിൽ പറയാറുണ്ട്, ഏകാദശമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ 11ാമത്തേതായിട്ടുള്ള പ്രബലമായിട്ടുള്ള ഒരു അവയവമാണ്, ആ ഇന്ദ്രിയമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സാണ് സുഖത്തിനെയും ദുഃഖത്തിനെയും അതിന് മനസ്സിലാവുന്നത്, അനുഭവിക്കുന്നത്. അതോ അത് ആകമാപ്പായിന, അതും വന്നും പോയിരിക്കുന്നതാണ്. ഇപ്പം ചൂടുകാലാണ്, ചൂടുകാലം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലം വരും, തണുപ്പ് കാലം കഴിഞ്ഞാൽ വീണ്ടും ചൂടുകാലം വരും. അതേമാതിരി തന്നെയാണ് സുഖവും ദുഃഖവും വന്നും പോയും ഇരിക്കും. അനിത്യ, അത് താൽക്കാലികങ്ങളാണ്, അതിനെ പറ്റിയിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചൂടുകാലമാണേ എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ചൂട് പോവില്ല. അത് അതിൻ്റെ എത്ര സമയം നിൽക്കേണ്ടി വരും, അത് അത്ര സമയം തന്നെ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ സമയം കഴിഞ്ഞതിൻ്റെ മുമ്പ് അത് ഇവിടുന്ന് പോവില്ല. എത്ര മനുഷ്യൻ എത്ര ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല അല്ലേ. അതേമാതിരി തന്നെയാണ് ആ സുഖവും ദുഃഖവും. ഇപ്പം സുഖമായൊരവസ്ഥയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ദുഃഖം വന്നിട്ട് കുറേ വിലപിച്ചു, കുറേ കരഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ദുഃഖമൊന്നും മാറാൻ പോണില്ല അർജുന എന്നാണ് ഭഗവാൻ പറയണത്. അതിനെ തിതിക്ഷസ്വ, അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അതിനെ സഹിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്നാണ് പറയണത്. ഇത് എല്ലാ വ്യക്തികൾക്കും എല്ലാ കാലത്തും പ്രസക്തിയുള്ള ഒരു കാര്യമല്ലേ ഇത്. എന്ത് തന്നെയാണെങ്കിലും സഹിച്ച് ക്ഷമിച്ചിരിക്കാനേ പറ്റുള്ളൂ. യം ഹി നവ്യതയന്തേതേ പുരുഷം പുരുഷർഷഭ സമാ ദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. പുരുഷർഷഭ, നീ ഒരു സാധാരണ വ്യക്തിയല്ല അർജുന. അർജുനെ ഇടയ്ക്കിടയ്ക്ക് ഉത്സാഹം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ സംബോധനകൾ ചെയ്യുന്നത്. നീ പുരുഷർഷഭനാണ്, പുരുഷന്മാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ്. സമദുഃഖ സുഖം ധീരം, നീ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നിനക്ക് തോന്നൽ മാത്രമാണ്. അതിൽ നീയെ ധീരനായിരിക്കണം, ക്ഷമാശാലിയാവണം, സമചിത്തനാവണം എന്നാണ് ഭഗവാൻ പറയണത്. ഇപ്പം നിനക്ക് തോന്നുന്നു നീ വളരെ ദുഃഖിതനാണ്, എന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് തോന്നും ഞാൻ സുഖമാണ്. ഇത് രണ്ടും എൻ്റെ അവസ്ഥയല്ല. സുഖവും ദുഃഖവും മനസ്സിന് ഓരോ അനുഭൂതികൾ മാത്രമാണ്, അത് താൽക്കാലികവുമാണ് എന്നാണ് പറയണത്. ഇപ്പം യം പുരുഷ ഏതേന വ്യഥയതി, യാതൊരു വസ്തു പുരുഷനെ ദുഃഖിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് പുരത്തിൽ വസിക്കുന്നവൻ പറഞ്ഞാൽ ആത്മാവ്. ഈ ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കുന്നത് ആ മനസ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ പുരുഷനാണ്, അഥവാ ആത്മാവാണ് അല്ലേ. ഇന്ദ്രിയങ്ങൾ അനുഭവിക്കണമെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇന്ദ്രിയത്തിന് ശക്തി ഇല്ല. അപ്പം കയ്യിന് ശക്തിയില്ല. കയ്യിൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ആ മാത്ര നമുക്ക് അത് പ്രവർത്തിക്കുന്നില്ല. ആ മാത്ര അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിന് സ്പർശനത്തിനുള്ള ആ ഒരു കഴിവില്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിച്ചുകൊണ്ട് അനുഭവം വരുമോ? വരാൻ പറ്റില്ല. കാരണം ആ ശക്തി അവിടെ ഇല്ല, തന്മാത്രം അവിടെ ഇല്ല. അപ്പം കൈയല്ലല്ലോ സുഖം അനുഭവിക്കണത്, ഒന്ന് സ്പർശം ചെയ്തതിൻ്റെ അല്ലല്ലോ. ആരാണ്? ആത്മാവ്. അപ്പം ആ ആത്മാവിന് അത് കിട്ടണില്ല. അവിടെ അത് കണക്ഷൻ ശരിയല്ല. അതുമാതിരി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞു. ആ മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് തണുപ്പാണോ ചൂടാണോ വല്ലതും അറിയുന്നുണ്ടോ? അപ്പം ആരായിരുന്നു ഇതിനെയൊക്കെ അനുഭവിച്ചിരുന്ന ആള്? ആ ഉള്ളിലിരിക്കണം ജീവാത്മാവ്. അപ്പം ആ പുരുഷനെ ഇതൊന്നും ദുഃഖിപ്പിക്കുന്നില്ല. സ അമൃതത്വായ കൽപ്പതേ, ആരാണോ ഈ സുഖദുഃഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഈ പ്രലോഭനങ്ങളിൽ നിന്നും ഒക്കെ സമചിത്തതയോടുകൂടി പെരുമാറുന്നത്, അതിനെല്ലാം സമചിത്തനായിട്ട് നേരിടുന്നത്, ആ വ്യക്തിക്കാണ് എന്തിൻ്റെ യോഗ്യത? മോക്ഷത്തിൻ്റെ യോഗ്യത. മോക്ഷം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ,
ആ പരിമിതമായതിനെ പരിമിതമാക്കുക. മനസ്സിന് അതിൻ്റേതായ ശക്തിയുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, സൂക്ഷ്മ അഹങ്കാര ശക്തി. ആ അഹങ്കാരമാണ് ജീവേഷ്ണ, നമ്മുടെ ജീവേഷ്ണ. അഹങ്കാരം എന്ന് പറയുന്നത് തെറ്റായി മനസ്സിലാക്കേണ്ട അഹങ്കാരമല്ല. ജീവേഷ്ണ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന്. അതില്ലാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല അവിടെ. ജീവേഷ്ണം ഇല്ലാത്തവരാരാണുള്ളത്? നമുക്കൊരു ചെടിയെ, മരത്തിനെ വരെ കാണാം. അത് എവിടെ നിന്നാണോ അതിന് വെള്ളമോ അല്ലെങ്കിൽ സൂര്യപ്രകാശമോ കിട്ടുന്നത്, അത് അവിടേക്ക് തിരിഞ്ഞ് പോവും. അതതിൻ്റെ ജീവേഷണയാണ് അതിനെ അങ്ങനെ കൊണ്ടുപോകണം. അതുമാതിരി ഒരു മനുഷ്യന് തന്നെ എവിടെയാണ് ഒരു ജീവജാലം ഏതാണെങ്കിലും മനുഷ്യന് എവിടെയാണ് അവൻ്റെ തൊഴിൽ കിട്ടാൻ താല്പര്യം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നടക്കാൻ എവിടെയാണോ സൗകര്യം, ആ വ്യക്തിന് അവിടേക്ക് പോകും അല്ലേ? ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അതേമാതിരിയാണ് ഒരു പശു ആയിക്കോട്ടെ, അതിനെവിടെ പുല്ല് കിട്ടും, വെള്ളം കിട്ടും, അത് അങ്ങോട്ട് നീങ്ങിപ്പോകും. ജീവേഷണയാണ്. അത് സ്ഥൂലമായിട്ട് പറയുകയാണ്. ബാക്കി സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് അഹങ്കാരം എന്ന് പറയുന്നത് ജീവേഷണ, ജീവിക്കണം എന്നുള്ള ആ ചിന്ത. അപ്പം ഇതിൻ്റെയൊക്കെ ആ ശക്തികൾക്ക് അതിർത്തിയിൽ നിൽക്കുമ്പോൾ അതൊരു ജീവാത്മാവാണ്. ഇതിനെല്ലാം ഒരു പരിമിതി ഉണ്ടാവും. ഒരു കാക്കയ്ക്ക് ഇത്ര പറക്കാം, കോഴിക്ക് ഇത്ര പറക്കാം, അല്ലെങ്കിൽ വേറൊരു പ്രാവിന് ഇത്ര പറക്കാം. പക്ഷെ ഗരുഡന് അതിലും കൂടുതലധികം പറക്കാം അല്ലേ? അപ്പം അതേമാതിരി ജീവാത്മാവിന് അതിൻ്റേതായ ഒരു പരിധിയുണ്ട്. അതിന് ഈ ശരീരത്തിൻ്റെ ഉള്ളിലത്തെ ആ കാര്യങ്ങളെ മാത്രമേ അറിയുള്ളൂ. ഈ ശരീരത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി അതിനൊന്നും അറിയില്ല, ഒന്നും നിയന്ത്രിക്കാനും പറ്റില്ല. ഈ ശരീരത്തിനെ നിയന്ത്രിക്കാൻ അതിന് സാധിക്കും. ഈ ശരീരത്തിൻ്റെ പുറത്ത് പോയിട്ടുള്ള ഒരു കാര്യം നിയന്ത്രിക്കാൻ ആ ജീവാത്മാവിന് സാധ്യമല്ല. പക്ഷേ പരമാത്മാവിനോ, അല്ലെങ്കിൽ ആ മോക്ഷം കിട്ടിയ ആ ജീവന്, അല്ലെങ്കിൽ ആ മോക്ഷപ്രാപ്തി നേടിയ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പരിധികളില്ല. അതിന് ആ പരിമിതമായിട്ട് അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് വൈകുണ്ഠം മുതൽക്ക് എവിടെ വരെ വേണമെങ്കിൽ പോകാം. മോക്ഷം കിട്ടിയവരുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പലരുടെ സനകാദികളുണ്ട്, അവർ നിത്യമുക്തരാണ്. നാരദാദികൾ നിത്യമുക്തരാണ്. അപ്പം ആ മനസ്സ്, ബുദ്ധി, ചിത്ത, സൂക്ഷ്മ അഹങ്കാരാദി ശക്തികളെ അതിനെ അതിർത്തിയിൽ നിർത്തുന്നത് ആ ശക്തി. ആ അതിർത്തിയിൽ നിൽക്കുമ്പോൾ അതിന് ജീവാത്മാവ് എന്ന് പറയുന്നു. അതിർത്തി ഭേദിച്ചിട്ട് അത് പുറത്ത് പോകുമ്പോഴോ, അഥവാ ഈ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്. ഈ ശരീരത്തിനെ ഭേദിച്ചു, അപ്പം മനസ്സിനെയും ഭേദിച്ചു. നമ്മുടെ ശരീരം ഭേദിച്ചുകൊണ്ട് മനസ്സ് ഭേദിക്കണില്ല. ആ മനസ്സ് സൂക്ഷ്മ ശരീരമാണ്, അതിനെയും ഭേദിച്ചു. അതെല്ലാം നമുക്ക് ഭാഗവതത്തിൽ കേട്ടറിയാം. ആ സദ്യോമുക്തി, അതുമാതിരി പതുക്കെ മുക്തി കിട്ടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മുക്തി തന്നെ അല്ലെ? സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുക്തി കിട്ടുക, അല്ലെങ്കിൽ ക്രമശമുക്തി, പതുക്കെ മുക്തി കിട്ടുക. ഇതിനെ ഭാഗവത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്നും കൂടി മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഗം എടുത്തിട്ട് ഭാഗവത്തിൻ്റെ യൂട്യൂബ് കേട്ടാൽ മതി. അപ്പം അതിനെ അതിർത്തി ഇല്ലാണ്ടാക്കുമ്പോൾ മോക്ഷമായി. അതിനെ എന്താണ്? മനസ്സിനെ ഭേദിക്കണം, ബുദ്ധിയെ ഭേദിക്കണം. ആ അഹങ്കാരത്തിന്, ചിത്ത അഹങ്കാരാദികളെ എല്ലാം ഭേദിച്ചാൽ പിന്നെ മുക്തനായി. പിന്നെ പരിമിതികളില്ല, അതിർത്തികളില്ല ആ ആത്മാവിന്. അപ്പോഴാണ് മോക്ഷത്തിന് അധികാരിയാവൂ. അല്ലാണ്ട് മരിച്ചത് കൊണ്ട് മോക്ഷം കിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപായങ്ങൾ ചെയ്തുകൊണ്ടൊന്നും മോക്ഷം കിട്ടാൻ പോണില്ല. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സത ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോ തനയോദർശിഭി അസതഭാവഭാവം. ആ അസത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? നശ്വരമായത്. അസത് എന്ന് പറഞ്ഞാൽ ശാശ്വതം അല്ലാത്തത്, താൽക്കാലികമായത്, നശ്വരമായത്. അത് നശിക്കുന്നതാണ്. അതെന്തുകൊണ്ട് നശിക്കണു? അത് പരിണാമം ഉണ്ടാകുന്നു. കാലത്തിന് അധീനനാണ് അത്. കാലത്തിന് അധീനരായവർ മുഴുവൻ എന്താണ്? അവർ പരിണാമത്തിന് അധീനരാവും. ജീവാത്മാവ് അതിന് ഒരു പരിണാമം വരുന്നില്ല. ഒരു ആത്മാവിന് വല്ല പരിണാമം വരും. ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും അതിൻ്റെ ആ അഹങ്കാരത്തിനും എല്ലാം പരിണാമങ്ങൾ വരുന്നുണ്ട്. കാരണം ഇതൊക്കെ പരിണമിക്കുന്നിടത്തോളം കാലം ജീവാത്മാവിന് മുക്തിയില്ല. മനസ്സിന് പരിണാമം വരുന്നില്ലേ? ബുദ്ധിക്ക് പരിണാമം വരുന്നില്ലേ? അതേമാതിരി നമ്മുടെ ചിത്തത്തിന് അഹങ്കാരം രണ്ടിനും വരുന്നുണ്ട്. ചിത്ത അഹങ്കാരാദികൾക്കും പരിണാമം വരുന്നുണ്ട്. ശരീരത്തിന് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ?
കാരണം അതെന്തുകൊണ്ടാണ്? അതിന് ഒരു പരിധിയുണ്ട്. കാരണം അത് പരിണാമത്തിന് അതിന് ആ പരിണാമത്തിന് അധീനമായ കാരണം അത് നശ്വരവുമാണ്. കാരണം ഒരവസ്ഥ കഴിയുമ്പോൾ അത് നശിക്കണം, ആ അവസ്ഥ നശിക്കണം, പിന്നെ വേറൊരു അവസ്ഥയിലെത്തണം. കൗമാരം നശിക്കുമ്പോഴാണ് യൗവനത്തിലെത്തുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ആ കൗമാരത്തിലത്തെ മനസ്സ് നശിക്കുമ്പോഴാണ് യൗവനത്തിലത്തെ മനസ്സ് വരണത്, ബുദ്ധി വരണത്, അല്ലേ? ബാല്യത്തിലത്തെ മനസ്സല്ലല്ലോ ഒരു മനുഷ്യൻ്റെ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ. യൗവനത്തിലത്തെ മനസ്സും അല്ല വാർദ്ധക്യത്തിൽ. പല മറവികൾ, പല കുറവുകളൊക്കെ സംഭവിക്കണു. അപ്പം നശ്വരമായിട്ടുള്ള അല്ലെങ്കിൽ പരിണാമമുള്ള ആ ശരീരത്തിന്, ഈ ഭൗതിക ശരീരത്തിന് എന്നെന്നുമായിട്ട് നിലനിൽപ്പില്ല. സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ അവിനാശിയായിട്ടുള്ള ആ ആത്മാവിന് നാശവുമില്ല. അപ്പോൾ ഒരു ശരീരത്തിന് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്? ഉൽപ്പത്തി ഉണ്ട് അതിന്. ഒരു അമ്മയുടെ ഗർഭത്തിൽ അത് പ്രവേശിക്കണു, അവിടെ ഉൽപ്പത്തിയാവണു. അത് കഴിഞ്ഞിട്ട് അത് ജന്മം എടുക്കണു, അല്ലേ? ജന്മം എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് വൃദ്ധി പ്രാപിക്കണം, പതുക്കെ 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 വലുതാവണം. അതിന് അത് വൃദ്ധിയാവണം, വലുതാവണം. പിന്നെ അത് അതേമാതിരിയുള്ള കുറേ വംശവൃദ്ധി ചെയ്യണം. ഇപ്പോൾ ഒരു മരമായിക്കോട്ടെ, ഒരു പക്ഷിയായിക്കോട്ടെ, ഒരു മൃഗമായിക്കോട്ടെ, ഒരു മനുഷ്യനായിക്കോട്ടെ, തൻ്റെ വംശത്തിനെ വംശവൃദ്ധി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും. അത് നരാന്ന് നമ്മൾ പറയുന്നു മനുഷ്യർക്ക്. പക്ഷേ മറ്റുള്ള ജീവജാലങ്ങളായിക്കോല അതിൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. ക്ഷയിച്ചിട്ടോ ഒരു ദിവസം അത് നശിക്കണം. അപ്പം ഈ ശരീരത്തിന് ഇത്രയും 6 അവസ്ഥകളുണ്ട്. ആ അവസ്ഥകൾ കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ എന്ത് വേണമെന്ന് നമുക്ക് പറയാം. അത് 6 മാറ്റങ്ങൾ അതിൻ്റെ മുകളിൽ വരുന്നു. ഈ പരിണാമത്തിന് നമ്മൾ അടിമകളുമാണ്. ഏതൊരു വ്യക്തി ഇവിടെ പ്രകടമായിട്ടുണ്ട് ശരീരത്തോടു കൂടെ, വൃക്ഷാവാം, പശുപക്ഷികളാവാം, മനുഷ്യരാവാം, ഇവർക്ക് ഈ 6 പരിണാമത്തിൽ കൂടെ കടന്ന് പോയേ പറ്റൂ, ഒരു ദിവസം നശിച്ചേ പറ്റൂ. ഇത് സാധാരണക്കാരും പറഞ്ഞതല്ല. ഇതിനെ വിശകലനം ചെയ്തിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ ഇത് അറിഞ്ഞതിന് ശേഷമാണ് ഈ വസ്തുതയെ അവർ അംഗീകരിച്ചിട്ടുള്ളത്. സാധാരണക്കാരിതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല, അല്ലേ? പക്ഷേ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യണം, ചിന്തനം ചെയ്യണം, എന്നിട്ട് അവരതിനെ മനസ്സിലാക്കണം. പക്ഷേ ഒരാത്മാവ് ജനിക്കുമ്പോഴും ഒരേ മാതിരിയാണ്. ആ വ്യക്തിയുടെ മരണ സമയത്തും പുറത്ത് പോണ ആത്മാവിന് അത് വലുതായിട്ടുമില്ല ചെറുതായിട്ടുമില്ല. ഒരമ്മയുടെ ഗർഭത്തിൽ എങ്ങനെയായിരുന്നു ആത്മാവ് ഇരുന്നിരുന്നത് അത്ര തന്നെ വലിപ്പമാണ്, അല്ലെങ്കിൽ അതിന് അതേ അവസ്ഥയാണ് അത് ഈ ശരീരത്തിനെ വിട്ടു പോകുമ്പോൾ. ശരീരം വലുതാവുന്നുണ്ട്, മനസ്സിന് പരിണാമങ്ങൾ വരുന്നുണ്ട്, ബുദ്ധി ആദികൾക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഇത്രയും വലിയ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചിരുന്ന ആ ആത്മാവിന് ഒരു പരിണാമവും വരില്ല എന്ന് നന്നായി വിശകലനം ചെയ്തിട്ടാണ് വിദ്വാൻമാരായവര് ഈ വസ്തുതയെ അംഗീകരിച്ചത് എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അവിനാശിതു തദ്ദിയേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. യേന ഇദം സർവം തദം വ്യാപ്തി. ഈ ശരീരത്തിൽ മുഴുവനും ഈ ചെറിയ വളരെ വളരെ ചെറിയതായിട്ടുള്ള അംശം അതിനെ ഒരിക്കലും മനസ്സിലാക്കാനും കൂടി സാധ്യമല്ല. ഇവിടെ പറയണത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേശാഗ്ര ശതഭാഗസ്യ ശതാംശാദ്യശാത്മക ജീവ സൂക്ഷ്മസ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത് കണ. അപ്പം ഇതിലാണ്, ഇത് വെറുതെ പറയില്ലല്ല, ഇത് സത്യാവസ്ഥയിൽ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് എത്രയാണ് ഒരു ആത്മാവിൻ്റെ വലിപ്പം എന്നുള്ളത്. നമ്മുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴും ആത്മാവിന് അത്ര തന്നെയാണ്, ആ ശരീരം വിട്ട് പോകുമ്പോഴും എത്ര തന്നെയാണ്. കേശാഗ്ര ശതഭാഗസ്യ, മുടി ഇഴടത്തുമ്പ്, ഏറ്റവും തുമ്പിൻ്റെ തുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആ മുടി ഇങ്ങനെ വെക്കുമ്പോൾ, ഒരു പേപ്പറിൽ വെക്കുമ്പോൾ എത്ര അവിടെ ആ പേപ്പറോ അല്ലെങ്കിൽ എന്തായിട്ട് അത് സമ്പർക്കത്തിൽ വരുന്നു അത്രയുടെ സാധനം, അതിനെ 10,000 ഭാഗമാക്കുക. അത്രയും ഭാഗത്തിനെ 10,000 ഭാഗമാക്കിയിട്ട് ഒരു അംശം മാത്രം വലിപ്പമുള്ള
ആ ആ അവസ്ഥയാണ് ആ ജീവാത്മാവിൻ്റെ. ഇതിനെ കാണാൻ പറ്റുമോ ആർക്കെങ്കിലും? കാരണം അതൊരു ശക്തിയാണ്. നമുക്ക് ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ലല്ലോ. അതിനെ അനുഭവിക്കാനല്ലേ, അനുഭൂതിയല്ലേ അതിനുള്ളൂ. എങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി എല്ലാ വസ്തുക്കളെയും പ്രവർത്തിപ്പിക്കണു നമ്മുടെ വീട്ടിൽ നടക്കണം അല്ലേ. ചൂടാക്കണു, തണുപ്പാക്കണു, അല്ലെങ്കിൽ അതിനെ ചിത്രങ്ങൾ കാണിക്കണു, അത് ശബ്ദം ഉണ്ടാക്കണു, എന്തെല്ലാം കാണിക്കണു. അതേമാതിരി തന്നെയാണ് അങ്ങനത്തെ ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കണ ഈ ജീവാത്മാവിന്. അതിനെ കാണാനോ അതിനെ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒന്നും സാധ്യമല്ല. അതൊരു ശക്തി മാത്രമാണ്. അപ്പം അതിൻ്റെ എത്രമാത്രം വലിപ്പമുണ്ടെന്നും ഇവിടെ പറഞ്ഞു. അപ്പം അത് അത്രയും ചെറിയ ഒരു മുടിയുടെ ഏറ്റവും അഗ്രഭാഗത്തിനെ 10,000 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം എത്ര ഉണ്ടാവും അത്ര മാത്രമുള്ള ഒരു ആ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും, അത് പക്ഷിമൃഗാദികളോ അല്ലെങ്കിൽ ഒരു സ്ഥാവരമായിക്കോട്ടെ ജംഗമായിക്കോട്ടെ, മരങ്ങളും ചെടികളായിക്കോട്ടെ, എല്ലാം പറക്കുന്നതും നടക്കുന്നതും അല്ലെങ്കിൽ മനുഷ്യരായിക്കോട്ടെ, ഇവരുടെയൊക്കെ ഹൃദയത്തിലിരുന്നിട്ട് അല്ലെങ്കിൽ ഉള്ളിലിരുന്നിട്ട് വ്യാപിക്കണു. അത് എല്ലായിടത്തും വ്യാപിക്കണം. അതിൻ്റെ ശക്തി അപ്പം ആലോചിച്ചാൽ മതി. അത്രയും ചെറിയ ഒരു ശക്തി നമ്മുടെ ശരീരത്തിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കണു. ആ ആത്മസത്തയ്ക്ക് നാശമില്ല, ഇത് നശിക്കണില്ല അർജുന എന്നാ ഭഗവാൻ പറയണം. ഇതിനൊരിക്കലും നാശം ഇല്ലേനി എന്ന് നീ മനസ്സിലാക്കണം. തദ് വിദ്ധി, നീ മനസ്സിലാക്കണം. അതിനെപ്പറ്റി നീ നന്നായി അറിഞ്ഞാലും ആ അനശ്വരമായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയും ഇല്ല. ശരീരത്തിനെ നശിപ്പിക്കാം, പക്ഷെ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നിനക്കും പറ്റില്ല അർജുന എന്നാ പറയണം. നീ ഇപ്പോൾ ഇവിടെ അവരെ കൊല്ലേണ്ടി വരും, ഇവരെ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ആവലാതി പൂണ്ട് നീ വളരെ കരയണത്. പക്ഷെ നിനക്ക് ആരെയും കൊല്ലാനേ സാധ്യമല്ല. കാരണം ശരീരം ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നശിച്ചു പോണതാണ്. ആ സമയം വരുമ്പോൾ അത് ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് അത് നശിച്ചു പോകും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കാനിരിക്കുന്ന ആത്മാവിനെ ആർക്കും ഒന്നും അതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിണാമം വരുത്താനോ ആർക്കും സാധ്യമല്ല. ആ അനശ്വരമായ ആത്മാവിനെ ആർക്കും ഒരു കേടുപാടും വരുത്താൻ സാധ്യമല്ല. ജീവാത്മാവ് അണുരൂപത്തിൽ ഹൃദയത്തിൽ വസിച്ച് ആ ശരീരത്തിൻ്റെ ഓരോ അണുവിനെ, മുടി നഖം കൂടി വളരുന്നു അല്ലേ പറയുമ്പോൾ അവിടെ രക്തപ്രവാഹമൊന്നുമില്ല, പക്ഷെ മുടി വളർന്നു വരണു അല്ലേ. മുടിയുമ്പിലെങ്കിലും ആരെങ്കിലും തൊട്ടാലും നമ്മൾ അറിയണം. അപ്പം അവിടെയും കൂടി ആ ആത്മാവിൻ്റെ ആ ശക്തികളുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദുദ്യസ്യ ഭാരത. നിത്യസ്യ നാശിന അപ്രമേയസ്യ, നിത്യസ്യനാണ് ആര്? ഈ ആത്മാവ്. ഭഗവത്ഗീത വെറും പരമാത്മ തത്വത്തിനെ പറ്റി നമ്മളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തരണ ഒരു ശാസ്ത്രമാണ്. ഇവിടെ അല്ലാണ്ട് ഒരു കഥകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഉപമകളോ ഒന്നുമില്ല. ഇത് നിത്യമാണ്. ആര്? ഈ ജീവാത്മാവ്. അത് ശാശ്വതനാണ്, നിത്യനാണ്, അനാശിന. ഇതാരാണ്? നാശരഹിതനാണ്. ആ നാശിന, അതിന് നാശമില്ല അർജുന. ആ പ്രമേയസ്യ, അതിനെന്താ നമുക്കൊന്ന് അളന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ജീവാത്മാവിനെ അളക്കാൻ ഒരു കണക്ക് പടെ പറഞ്ഞു, പക്ഷേ അതിനെ അപ്രകാരം അളന്നിട്ടാണോ വിദ്വാൻമാർ പറഞ്ഞത്? അവരുടെ അനുഭൂതിയിൽ പറഞ്ഞത് മാത്രം. അങ്ങനെ അതിനെ അളക്കാൻ ആർക്കും സാധ്യമല്ല. ശരീരിണ ഇമദേഹ അന്തവന്ത. പക്ഷേ ആ ശരീരിയുടെ അഥവാ ഈ ഈ ദേഹത്തിൽ വസിക്കുന്ന ദേഹിയുടെ അല്ല ആത്മാവിൻ്റെ ഇമദേഹ, അത് അനേകം ശരീരങ്ങളെ സ്വീകരിക്കണു. ആ ശരീരങ്ങള് അന്തവന്ത, അതിനൊരു അന്തമുണ്ടാവും. ഒരു പ്രാഗട്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ത്യവും ആ ശരീരത്തിനുണ്ടാവും. അത് നാശമുള്ളതാണ് എന്ന് പറയപ്പെടുന്നു അർജുന. തസ്മാത് ഭാരത യുദ്ധസ്വ. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്തേ പറ്റൂ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടാമെന്നൊന്നും കണക്കാക്കരുത്.
ഇത് നീ യുദ്ധം ചെയ്താലും നീ യുദ്ധം ചെയ്തില്ലെങ്കിലും അവർക്ക് നശിക്കേണ്ട സമയമായി, അവരുടെ ശരീരത്തിന് നശിക്കേണ്ട സമയമായാൽ അവർ നശിക്കും, അവരുടെ ശരീരം അവർക്ക് നഷ്ടപ്പെടും എന്നാണ് ഭഗവാൻ പറയണത്. അതിനാൽ നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ തയ്യാറാവ്. അല്ലയോ ഭരതവംശിയായിട്ടുള്ള അർജുന, ഈ ഭൗതിക ദേഹത്തിന് മാത്രമാണ് നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്. ഈ ശരീരം വിട്ടാൽ അത് വേറൊരു ശരീരം സ്വീകരിക്കും. അപരിമേയനാണ്. അതിനെ നിർവചിക്കാനോ അതിനെ അളക്കാനോ ആർക്കും സാധിക്കില്ല. അതിനെ നിർവചിക്കാന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് വിശകലനം ചെയ്യുക, അതിനെ ഒന്ന് ഉപമയായിട്ട് പറയുക. ജീവാത്മാവിന് അല്ലെങ്കിൽ ആത്മാവിന് എന്ത് ഉപമ പറയാനാണ്? ഒരു ഉപമയില്ല. അപ്പം അത് അപരിമേയനാണ്. അളക്കാനും അതിനെ പരിമിതിയിൽ കൊണ്ടുവരാനൊന്നും സാധ്യമല്ല. അതിന് നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യണം അർജുന നീ എന്നാണ് ഭഗവാൻ പറയണത്. ഏനം വേത്തി ഹന്താരം യച്ഛേനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഏനം ഹന്താരം, യാതൊരുവനാണോ ഏനം ഈ ആത്മാവിനെ, ഈ ആത്മാവിനെ ഹന്താരം ഹനിക്കണു, ഞാൻ അതിനെ വധിക്കണു എന്ന് വേത്തി അറിയുന്നു, അങ്ങനെ വിചാരിക്കണു. ആരങ്ങനെ? ഞാൻ ഈ ആത്മാവിനെ വധിക്കണു എന്ന് ആര് വിചാരിക്കണു? കിം ച ഏനം ഹതം, അല്ലെങ്കിൽ ഇവനാൽ ഞാൻ വധിക്കപ്പെടും എന്ന് വിചാരിക്കണു. തൗ ഉഭൗ ന വിജാനീത, ഇങ്ങനെ വിചാരിക്കണ രണ്ടാളും ഒന്നും അറിയാത്തവരാണ് എന്നാ. കാരണം അതിനെ ആർക്കും ഹനിക്കാൻ സാധ്യമല്ല, വധിക്കാൻ സാധ്യമല്ല. ഒരാളെ കൊല്ലാനും പറ്റില്ല, ഒരാൾക്ക് നമ്മളെ കൊല്ലാനും പറ്റില്ല. കാരണം ജീവാത്മാവിനെ ഭേദിക്കാൻ അല്ലെങ്കിൽ ഹനിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പൊ ജീവാത്മാവ് കൊല്ലപ്പെടുന്നു എന്നോ ആരെങ്കിലും കൊല്ലുന്നു എന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല, അവനൊന്നും അറിയുന്നില്ല, അവൻ ഒരു വിദ്വാനല്ല. ആത്മാവ് കൊല്ലുകയോ അല്ലെങ്കിൽ മരിക്കുകയോ സ്വയം കൊല്ലപ്പെടുകയോ ചെയ്യണില്ല എന്നാണ് ഭഗവാൻ പറയണത്. ആത്മാവിന് അന്യ ആത്മാവിനെ കൊല്ലാനും സാധ്യമല്ല, അന്യ ആത്മാവിനാൽ കൊല്ലപ്പെടാനും സാധ്യമല്ല. ജീവനുള്ള ശരീരത്തില് മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളണ ആത്മാവ് മരിക്കണില്ല, ഒരു പക്ഷേ ശരീരം നഷ്ടപ്പെട്ടു എന്ന് വരും. ഭൗതികമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ആ ഭൗതികമായിട്ടുള്ളതിനെ വധിക്കാൻ ആർക്കാ സാധിക്കുക? അല്ലേ? ഭൗതികമായ ശരീരത്തിനെ ഹിംസിക്കാനോ അല്ലെങ്കിൽ അതിനെ വെട്ടാനോ അല്ലെങ്കിൽ അതിനെ ഇതാക്കാനോ ഒരു ഭൗതിക വസ്തുവിന് സാധിക്കും. ഇപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക വസ്തുവാണ്, നമുക്ക് കാണപ്പെട്ടതാണ്, അല്ലേ? അത് കാണപ്പെട്ടതാണ്. ആ കാണപ്പെട്ട വസ്തു കൊണ്ട് ഈ കാണപ്പെട്ട ശരീരത്തിന് ചിലപ്പോൾ കത്തിക്കാൻ പറ്റും, ചിലപ്പോഴല്ല, തീർച്ചയായിട്ടും കത്തിക്കാൻ പറ്റും. അതുമാതിരി ജലത്തിന് ഭൗതികമാണ് ഒരു വസ്തു, ഭൗതിക വസ്തുവാണ് ജലം. അതിന് ഈ ശരീരത്തിനെ നശിപ്പിക്കാൻ സാധിക്കും. അത് പതുക്കെ 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 അത് അതായിട്ട് പോയിട്ട് അത് നശിക്കണം, അല്ലേ? അതേമാതിരി അതുമാതിരി കാറ്റിന് ശരീരത്തിനെ കാലാകാലം കൊണ്ട് ഒരു പക്ഷേ ഉണക്കിയിട്ട് അത് പൊടിയാക്കി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വരാം. അതുമാതിരി മണ്ണിന് അതിനെ ചളിയാക്കി മാറ്റാൻ സാധിച്ചു എന്ന് വരാനും സാധിക്കും. പക്ഷേ ഈ ആത്മാവിനെ ഒന്നും ചെയ്യാൻ ഈ ഭൗതിക വസ്തുവിന് സാധ്യമല്ല. കാരണം രണ്ട് വിഭാഗത്തിൽപ്പെട്ടു. അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ജീവാത്മാവിൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് ആരാണ്? പരമാത്മാവാണ്. അപ്പോൾ പരമാത്മാവിൽ ചേരാൻ മാത്രമേ ജീവാത്മാവിന് പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ ജാതിയിൽ പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ വിഭാഗത്തിൽ പെടാത്ത ശരീരം അല്ലെങ്കിൽ ഈ ഭൗതിക വസ്തുവിനെ പ്രവർത്തിപ്പിക്കാൻ അതിന് സാധിക്കും, പക്ഷെ അതിലായിട്ട് എന്നും ചേരാൻ അതിന് പറ്റില്ല. അതിനാൽ ആർക്കും ആരെയും കൊല്ലാനോ കൊല്ലപ്പെടാനോ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയണത്. പരമാത്മാവിൻ്റെ അംശമായതിനാലാണ് അപ്രകാരം നടക്കുന്നത്, അല്ലേ? പരമാത്മാവിൻ്റെ അംശമാണ് ഈ ജീവാത്മാവ്. നമ്മളെല്ലാവരും ഭാഗവതത്തിലും ഒക്കെ മനസ്സിലാക്കിയതാണ്, അല്ലേ? അപ്പോൾ ഈ പരമാത്മാവെന്ന് വന്ന പരമാത്മാവിൻ്റെ തന്നെ എല്ലാ ഗുണങ്ങളോടും കൂടി, നേരത്തെ നമ്മൾ 6 ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു ഭഗവാന്റെ, അല്ലേ? പൂർണ്ണമായിട്ടുള്ളത്, ആ പൂർണ്ണമായ ഐശ്വര്യം, പൂർണ്ണമായ ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, യശസ്, വീര്യം, ഇതെല്ലാം
ഈ ജീവാത്മാവിനും വളരെ വളരെ കുറഞ്ഞ അളവിലുണ്ടായിരുന്നു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ. ഒരു പിതാവ് എങ്ങനെയാണോ തൻ്റെ മക്കളൊക്കെ തൻ്റെ ആ സമ്പത്തിൽ നിന്ന് ഓരോ ഭാഗം കൊടുത്ത് ഒരു പുതിയ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ പറയുന്നത്, അപ്രകാരം പരമാത്മാവ് ഈ ജീവാത്മാവിനെ എല്ലാം തൻ്റെ കഴിവുകളെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു. പക്ഷെ എല്ലാം നശിപ്പിച്ചു ഈ ജീവാത്മാവ്. എന്തുകൊണ്ട്? എങ്ങനെ നശിപ്പിച്ചു? ഈ മായയായിട്ട് അല്ലെങ്കിൽ ഈ പ്രകൃതിയായിട്ടുള്ള ആസക്തി, അതിലങ്ങട് മുഴുകി ജീവിക്കുക കാരണം തൻ്റെ യശസ്സും നഷ്ടമാക്കി. വീര്യവും ശ്രീയും ഐശ്വര്യവും ജ്ഞാനവും വിജ്ഞാനം. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഡിഗ്രികൾ എടുക്കലല്ല. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ്, കോഹം കോഹം ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം വരണം. ഞാൻ എവിടുന്ന് വന്നു? ഈ ചോദ്യം നമ്മൾ എത്ര ആൾ ചോദിക്കാം? ഞാൻ എവിടുന്ന് വന്നു? എൻ്റെ ഉൽപ്പത്തി എവിടുന്ന്? എൻ്റെ പരമാത്മാവെന്ന് ഞാൻ വന്നു എന്നുള്ള അതിൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നവരെ കോഹം. ഞാനൊരു മനുഷ്യനാണോ? മനുഷ്യൻ മാത്രമാണോ? മനുഷ്യൻ ആണോ എന്ന് ചോദിക്കും. കാരണം ഞാൻ ഇതിൻ്റെ മുമ്പേയും പലതും ആയിട്ടുണ്ടാവും, ഭഗവത്ഗീത പറയുന്നു. അപ്പം ഞാൻ അതാണോ ഇതാണോ? അത് ആ ചോദ്യം എത്തിച്ചേരുന്നതിൽ അവസാനം എവിടെയാണ്? ഞാൻ പരമാത്മാവിൻ്റെ അംശമാണ്, ഞാനൊരു ആത്മാവാണ്. ആത്മാവ് എവിടെ നിന്നാണ്? പരമാത്മാവിൻ്റെ. അപ്പം ഈ പരമാത്മാവിൻ്റെ അംശമായ കാരണം കൊണ്ട് ഇതിനെ ആർക്കും വധിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല എന്നാണ് വേദം പറയണത്, അല്ലേ? ഒന്നിനെയും ഹിംസിക്കരുത്. അഹിംസ പരമോ ധർമ്മം. പരമമായിട്ടുള്ള ധർമ്മം എന്താ? അഹിംസയാണ്. ഒന്നിനെയും ഹിംസിക്കാണ്ടിരിക്കുക. മനസ്സാ വാച കർമ്മണം. ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക. ഹിംസ എന്ന് പറഞ്ഞാൽ കഴുത്ത് വെട്ടൽ മാത്രമൊന്നുമല്ല. മനസ്സുകൊണ്ട് കൊണ്ട് ദുഃഖിപ്പിക്കാമല്ലോ. മനസ്സുകൊണ്ട് അന്യന് നന്മ വിചാരിച്ചാൽ അവരെ നമ്മൾ അവർക്ക് നന്മ നേരാണ്, അല്ലേ? അതൊരു അഹിംസയാണ്. മനസ്സുകൊണ്ട് ആരെങ്കിലും ദ്രോഹിച്ചാൽ അതൊരു ഹിംസയും മാറും. അപ്പം ചില കാര്യങ്ങളൊക്കെ ഹിംസിക്കേണ്ടതും ആവശ്യമായിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ ആത്തത്തായികളായിട്ടുള്ള ഒരു യുദ്ധത്തിന് കാഹളം വിളിച്ച് നിൽക്കുമ്പോൾ അവരെടുത്ത് അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരെടുത്ത് ഹിംസ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം അതിനാൽ നീ യുദ്ധം ചെയ്യണം അർജുന എന്നാണ് ഭഗവാൻ പറയണത്. ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ അയം കദാചിത് ന ജായതേ. ഈ അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ്. അയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൻ ഇവിടെ ആരാണ്? ആത്മാവ്. ആ ആത്മാവ് കദാചിത് ഒരിക്കലും ഒരു പ്രാവശ്യം പോലും ന ജായതേ, ഇവൻ ജനിച്ചിട്ടില്ല, ജനിക്കണമില്ല, ഇനി ജനിക്കൂല്ല അവൻ. ഈ ആത്മാവ് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോണില്ല. മ്രിയതേ, മരിച്ചിട്ടില്ല, ഇനി മരിക്കാനും പോണില്ല. കാരണം ഇവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അയം ഭൂത്വ ആവിർഭവി, ഇനി അവൻ ഭവി, ഇനി അവൻ ആവിർഭവിക്കാനും പോണില്ല. ഇവൻ തിരോധാനാവാനും പോണില്ല. ഇവൻ ജനിക്കാനും പോണില്ല, ഇനി മരിക്കാനും പോണില്ല എന്നാണ് പറയണത്. മരിക്കാൻ പോണില്ല പറഞ്ഞാൽ ആത്മാവ് മരിക്കണില്ലല്ലോ. അതാണ് ഭഗവാൻ പറയണത്. ആരാ നിഷ്ക്രിയനാവണ? ആരാണ് പ്രവർത്തന വിഹീനനാവണത്? ആ ശരീരമാണ്. അത് കാരണം ആ ആത്മാവിന് യാതൊരു പരിണാമമോ അല്ലെങ്കിൽ നാശമോ വരണില്ല അർജുന. ന വാ ഭവിത, അവൻ ജനിക്കില്ല, മരിക്കില്ല. അജ നിത്യ ശാശ്വത, ഇവൻ ആരാണ്? ഈ ആത്മാവ് അജനാണ്, ജനനരഹിതന. ഈ അജൻ നമ്മൾ ഒരിക്കലും ഭഗവാനെയും പറയാറുണ്ട്, അല്ലെ? ഒരിക്കലല്ല, എപ്പോഴും കേൾക്കാറുണ്ട്, അല്ലേ? ഭഗവാൻ അജനാണ്. ഭഗവാൻ ജനിക്കണില്ല. നമ്മളൊക്കെ പറയും ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി. വെറും തെറ്റായ ഒരു വാക്കാണത്. ശ്രീകൃഷ്ണൻ ജനിക്കണില്ല, പ്രകടനാവുകയാണ്. അതുമാതിരി അപ്രകടൻ. ഭഗവാൻ അപ്രകടനാവണു, ഭഗവാൻ പ്രകടനാവണം. അത്രയേ ഉള്ളൂ. ആ കടവറയിൽ ഭഗവാൻ അവിടെ പ്രകടമാവുക ചെയ്തു, അല്ലാണ്ട് ജനിച്ചിട്ടില്ല. അപ്പം ഈ അതുമാതിരിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവും ജനിക്കണില്ല, അത് കാരണം മരിക്കണില്ല. ജനിച്ചോ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മരിക്കേണ്ടി വരും. അപ്പം ജനിച്ചിട്ടേ ഇല്ല വെച്ചാൽ മരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ആത്മാവ് എന്ന ഈ പ്രതിഭാസം അവൻ അജനാണ്, കാരണം അവൻ ജനിച്ചിട്ടില്ല അതുവരെ. ജനനരഹിതനാണ്, നിത്യനാണ്, ശാശ്വത, അവൻ ശാശ്വതനുമാണ്. പുരാണ അയം ശരീരേ ഹന്യമാനേ ന ഹന്യതേ, ഇവൻ പുരാണനാണ്. പുരാ അഭിനവ, പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പുര വളരെ വളരെ പഴയതാണ്.
ഭഗവാൻ എന്നുണ്ടായി അന്ന് മുതൽക്കുണ്ടത്രേ ഈ ജീവാത്മാവ്. അത്ര പുരാണനം. അഭിനവ. എന്നിട്ടോ ഒരു കുട്ടി ജനിക്കുമ്പോൾ അയ്യോ ചെറിയ കുട്ടി ഇപ്പം ജനിച്ച കുട്ടി അപ്പം അത് ജനിച്ച ആത്മാവ് അത് എത്രയോ പുരാതനത്തിലുള്ളതാണ്. പക്ഷെ ശരീരം ആ കുട്ടിക്ക് എന്താ, ആത്മാവിനൊരു പുതിയ ശരീരം കിട്ടി. അപ്പം നമ്മളൊക്കെ പുതിയ ഒരു വസ്ത്രം ധരിച്ചു. പുതിയ വസ്ത്രം ധരിച്ചാൽ നമ്മൾ പുതിയ ആളൊന്നും ആവില്ല. നമ്മളൊരു പുതിയ വസ്ത്രം ധരിച്ചു, ഇത്രയേ ഉള്ളൂ. അതേമാതിരി തന്നെ ഉള്ളൂ ആ ആത്മാവ് പുതിയ ഒരു വസ്ത്രം ധരിച്ചിട്ട് അവിടെ പ്രകടമായി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ ജീവാത്മാവ് പുതിയതല്ല, അത് പുരാതനമാണ്. അഭിനവ. അപ്പോൾ പുരാണ പുരുഷനായി. അപ്പം അങ്ങനെ അവൻ പുരാണനാണ്, പണ്ടേ ഉള്ളവനാണ്. അയം ശരീരേ ഹന്യമാനേ ന ഹന്യതേ. അയം ഇവനെ, ഇവനെ ഈ ശരീരം കൊണ്ട് കൊല്ലാൻ പറ്റില്ല. ഇവൻ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ശരീരത്തിനെ വേണമെങ്കിൽ നശിപ്പിക്കാൻ പറ്റും, ഇവനെ നശിപ്പിക്കാൻ പറ്റില്ല. ഹന്യമാനേന ഹന്യതേ. ശരീരം ഹനിക്കപ്പെട്ടു, ശരീരം നശിക്കപ്പെട്ടു എങ്കിലും ഇവൻ നശിക്കണില്ല. അവനെ നശിപ്പിക്കാൻ, അവനെ വധിക്കാൻ ആരൊക്കെ പറ്റൂല എന്നാണ് ഭഗവാൻ പറയണത്. അതിനാൽ പാർത്ഥ, ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല. ആത്മാവ് ജനിച്ചിട്ടില്ല, ഇനി മരിക്കാനും പോണില്ല. അതിനാൽ നീ ഒന്നും പേടിക്കണ്ട, നീയല്ല കൊല്ലണത്. നീ യുദ്ധം ചെയ്തോ, അവരുടെ ആ ശരീരത്തിന് നശിക്കേണ്ട സമയം വന്നാൽ അത് നശിക്കും. അത് നീ എയ്തോ എയ്തില്ലേ, ഇതൊന്നും അവിടെ ഒരു വിഷയമല്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണ് ഈ ആത്മാവ്. ശരീരം നശിക്കുമ്പോൾ ആത്മാവിന് നാശമില്ല, മരണമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് സാര അർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ശരീരം മാത്രമാണ് ജനിക്കുന്നതും ശരീരം മാത്രമാണ് മരിക്കുന്നതും. ആത്മാവിന് യാതൊരു പരിണാമവും ഇവിടെ സംഭവിക്കണില്ല എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.